ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഭാര്യയ്ക്ക് സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഭർത്താവ് തന്നെ വേണമെന്നാണ് ഭവതി പറയുന്നത്. എന്നല്ലേ സമത്വം ഉണ്ടാവുള്ളൂ, അല്ലേ? എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവാം. ഞാനൊരു കൈ നോക്കട്ടെ. പപ്പനാമന്റെ കാശ് എനിക്കും കിട്ടും. മനസ്സിലായില്ല. എന്റെ ശാരികയുടെ കാര്യം തന്നെ എടുത്തു നോക്ക്. ഓർക്കുമ്പോ ഒക്കെ സങ്കട. രാജീവ് സാറ് ഇപ്പൊ US എവിടെയോ. ചേച്ചി പ്രഗ്നന്റ് ആയതാ. കൊച്ചിനെ വരെ രാജീവേട്ടന്റെ അമ്മയും അമ്മാവനും കൂടി ഇല്ലാതാക്കി. എന്റെ ചേച്ചിയെ ഭ്രാന്തിയാക്കി. അതെ, മറ്റുള്ളവര് ദുഃഖവും പറഞ്ഞ് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് കരയാനല്ല പാതിരാത്രി ഞാൻ തന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നത്. ശരി, സമ്മതിച്ചു. നമ്മളിനി എങ്ങോട്ടാ പോകാനാണ് ആ സ്ഥലമില്ലാത്ത? എടോ, ഇന്നത്തെ രാത്രി നമുക്ക് മാത്രമുള്ളതല്ലേ? നമുക്ക് മാത്രം. ദോശ ഉണ്ട് ട്ടാ. ചേട്ടാ, ദോശ ഓംലെറ്റ് രണ്ടുപേർക്കും വേണോ? എടുത്തോളൂ. അല്ല, പുള്ളി ആദ്യം ഒരു പ്ലേറ്റ് വേണോന്നാ ചോദിച്ചേ. അതെന്തൊരു അർത്ഥം വെച്ചിട്ടില്ലേ എന്നൊരു തോന്നല്. അതേ, ആരും കാണണ്ട കളക്ടർ രാത്രി ഉറക്കമില്ലാതെ ഇങ്ങനെ കറങ്ങി കിടന്ന് തട്ടുവശം കഴിച്ച് കിടക്കണത്. അയ്യോ, ഒരു ഷോളിനായിരുന്നു ഈ തലയിലിടായിരുന്നല്ലേ. ഈ പദവിയിലും എനിക്ക് വലുതേ ഈ തോളിൽ ഇങ്ങനെ തല ചായച്ച് ഈ സുരക്ഷിതത്വത്തിൽ ഇങ്ങനെ ഇരിക്കാനാ. കൈയെടുക്ക്. ആ ചേട്ടാ ശ്രദ്ധിച്ച്. അല്ല, അതിനൊന്നുമില്ല. നല്ലൊരു ചേട്ടാ ഒരെണ്ണോടി വേണേ. ഇപ്പൊ കൊണ്ടുവരാം. അപ്പൊ എനിക്ക് ഒരാൾ നോക്കണ്ടോ? അതെ, ഓട്ടോ ഡ്രൈവറെ, എന്നെ കൊണ്ട് എപ്പോഴാ എനിക്ക് ഇറങ്ങാൻ പോകുന്നത്? ഓട്ടോ ഡ്രൈവറ് അതൊക്കെ മാറാൻ പോവാണ് കേട്ടാ. അതെന്താ, ഞാൻ അറിയാതെ വല്ല ലോട്ടറി അടിച്ചോ? എനിക്കടിച്ച ലോട്ടറിയും കൊണ്ടേ ഞാനിപ്പോ ഉലകം ചുറ്റി വന്നതേ ഉള്ളൂ. നീ അല്ലേടി എനിക്ക് കിട്ടിയ ബമ്പർ പ്രൈസ്. ഈട്ടിയോ? ഞാനേ ജില്ലാ കളക്ടറാ. ഓ അതേ, ജില്ലാ മജിസ്ട്രേറ്റ് ആയാലും ചുണയുള്ള ഭർത്താവിന് മുന്നിൽ അവൾ എന്നും ഭാര്യ തന്നെ കേട്ടാ. എന്ന് വെച്ചാ അവന്റെ മക്കളെ പ്രസവിച്ച് വളർത്തുക, അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട്. ശരി. അതെ, അപ്പൊ മനസ്സിൽ ഇതൊക്കെയാണല്ലേ? വല്ലപ്പോഴും ഭാര്യയെ നല്ല സുഹൃത്തായി കാണണമെന്നാ പറയാ. എന്റെ മോളെ എങ്ങനെ കണ്ടാലും സർവേശ്വരൻ സ്ത്രീയെ സൃഷ്ടിച്ചത് എന്തിനാന്നറിയോ? അറിയോ? ഭർത്താവ് പറയുന്ന അനുസരിച്ച് അവന്റെ ചൊൽപ്പിടിക്കൊക്കെ ഇങ്ങനെ നിന്ന് അവനെങ്ങനെ സ്നേഹിച്ച് കുടുംബം നിലനിർത്തി കൊണ്ടുപോവാ. അതന്നെയാ.
അതിനു വേണ്ടിയിട്ടാ സ്ത്രീക്ക് ക്ഷമയും എന്തും സഹിക്കാനുള്ള സഹനശക്തിയും ദൈവം കൊടുത്തിരിക്കണേ. അതൊക്കെ പണ്ടത്തെ സ്ത്രീ സങ്കല്പം. ഇന്നങ്ങനെ അല്ല. ഇന്നേ സ്ത്രീ പുരുഷനേക്കാൾ ഉയർന്ന പോസ്റ്റിൽ ജോലി ചെയ്യുന്നു വരുന്നു. ഉം. പുരുഷനെ ശാസിക്കുന്നു. പുരുഷൻ ചെയ്യുന്നതിനേക്കാൾ പല കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും സ്ത്രീ തന്റെ സാന്നിധ്യം അറിയിക്കുന്നു. ഉം. അപ്പൊ പിന്നെ നിങ്ങൾ ഈ പറയുന്ന വേദാന്തമൊന്നും ഇപ്പോഴത്തെ സ്ത്രീകളെടുത്ത് ചെലവാവില്ല മോനെ. ഓഹോ. അതെ, തെങ്ങില് വരെ സ്ത്രീകൾ കയറി തുടങ്ങി. പിന്നെ ബഹിരാകാശ യാത്ര, അതും മാസങ്ങളോളം അവിടെ. എന്തൊക്കെ ഉദാഹരണങ്ങൾ വേണം? അയ്യോ, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, സമ്മതിച്ചു. ഇനി അതും പറഞ്ഞിട്ട് എന്റെ തലയിൽ കയറണ്ട. ഞാൻ വെറുതെ പറഞ്ഞതാ. അതെ, ശരിക്കും ഞാൻ പറഞ്ഞു വന്നതേ, സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഭാര്യയ്ക്ക് സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഭർത്താവ് തന്നെ വേണമെന്നാണ് ഭഗവതി പറയുന്നത്. എന്നാലേ സമത്വം ഉണ്ടാവുള്ളൂ. അല്ലേ? എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവാം. ഞാനൊരു കൈ നോക്കട്ടെ. പപ്പനാമന്റെ കാശ് എനിക്കും കിട്ടും. മനസ്സിലായില്ല. എടോ, പത്മനാഭന്റെ കാശ്, അതായത് സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന പണി എനിക്കും കിട്ടുമെന്ന് നോക്കട്ടേന്ന്. ഓ, പിന്നെ ഇപ്പൊ അങ്ങോട്ട് ചെന്നാ മതി. അതിനൊക്കെ കുറെ കടമ്പകളുണ്ട് മോനെ. ആ കടമകളൊക്കെ ഞാൻ ചാടി കിടക്കാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ മോളെ. കേട്ടാ? ആ, അതിലെന്തോ ഉണ്ടല്ലോ. പരവേഷ്ണേട്ടാ, എന്തോ മനസ്സിൽ കണ്ടോണ്ടാണല്ലോ ഈ സംസാരിക്കുന്നത് മുഴുവൻ. ഒരു ചെറിയ ചൂണ്ട ഞാൻ എറിഞ്ഞിട്ടിട്ട് തന്നെ സംസാരിക്കണേ. കേട്ടാ? അത് കിട്ടിയാലുണ്ടല്ലോ ഈ വിഷ്ണു ഒരു കലക്ക് കലക്കന്റെ മോളെ. അതെന്താന്ന് പറ, ഞാനും കൂടെ ഒന്ന് അറിയട്ടെ മോനെ. അത് സസ്പെൻസ്. ശേഷം വെള്ളിത്തിരി. വരട്ടെ മോളെ. അതൊന്ന് പറഞ്ഞിട്ട് പോ മാഷേ. അത് ശരി. അപ്പം മോൻ പോയിട്ടും മോശമായ? അപ്പൊ ഗ്രേഡ് കൂടി. അതെ, പണ്ടത്തെ നോവൽ എഴുത്തുകാരൊക്കെ ചെയ്യുന്ന പോലെ ഗംഭീര ട്വിസ്റ്റ് കൊണ്ടേ എത്തിച്ചിട്ട് എഴുതി കാണിക്കില്ലേ? തുടരും. അത് തന്നെ മോളെ തൽക്കാലം ചെയ്യണേ. തുടരും. ശേഷം നാളെ. ഇങ്ങോട്ട് മാറിക്കണേ. അതുവരെ ഓർത്തിരിക്കാനേ. ഇതിരിക്കട്ടെ. ബൈ 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 ബൈ. ഇനി രാത്രി സ്വപ്നത്തിൽ വരാട്ടാ. അതെ, അപ്പഴും പറയില്ല അല്ലേ? അത് സസ്പെൻസ് ആന്ന് പറഞ്ഞല്ലോ. കളക്ടർ ഈ രാത്രി മുഴുവൻ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കും. കേട്ടാ? പോട്ടെ.